പ്രധാനപ്പെട്ട കാരണം എന്താണ് ജമാഅത്തെ ഇസ്ലാമി എതിർക്കാനുള്ള? അതെല്ലാവർക്കും അറിയാവുന്ന ലാഹോറിൽ നിന്ന് വന്നതാണ്. അവർ രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്കിവിടെ ഭരണം സ്ഥാപിക്കുക എന്നുള്ള തത്വങ്ങളൊക്കെ അവർ മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അബുലാല മൗദൂദി അവർ എതിർക്കുന്നില്ല, അവർ ആ ബുക്കുകൾ ഒഴിവാക്കുന്നില്ല, അവർ ആശയങ്ങൾ ഇപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ നയം മാറ്റി എന്ന് പറഞ്ഞാൽ പോരല്ലോ. നയം മാറ്റിയപ്പോൾ ഒരു തീരുമാനം ദുർബലപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ടെല്ലാം പൂർണ്ണമായും വർജിക്കണം, ഒഴിവാക്കണം. ഇതത് നടന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാനസികമായ പരിവർത്തനം, ഇപ്പോൾ അള്ളാഹിൻ്റെ ഹിദായത്ത് കിട്ടി എല്ലാവരും ഒരു ഇസ്ലാമായി മാറി ആ ഇസ്ലാമിക ദീന് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ ഒരു തീവ്രവാദി സംഘടന ഞങ്ങൾ തീവ്രവാദിയെന്ന് അംഗീകരിച്ചിട്ടില്ല. അവർ പറയും ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രത്തിന് വേണ്ടി മിതവാദികളാന്നേ പറയുള്ളൂ. പക്ഷെ അവരെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് ഭരണകൂടാണത് തീരുമാനിക്കേണ്ടത്. ഇസ്ലാമി തീവ്രവാദികളാണെന്ന് നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ള ഞങ്ങളതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളെക്കുറിച്ചും ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അന്നത്തെ ഇതിനൊക്കെ വായിച്ച് പഠിച്ച് ഞങ്ങൾ വിലയിരുത്തിയത് അത് തിരുത്താൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല.